വാട്ട് മാജിക് തുടരുന്നു. ഇന്ന് നമ്മൾ വാട്ട് മാജിക്കിലൂടെ പഠിക്കാൻ പോകുന്നത് വാട്ട് യൂസ്ഡ് ആസ് ഇൻസ്റ്റെഡ് ഓഫ് ഹൗ മച്ച്. എത്രമാത്രം എന്നുള്ള അർത്ഥത്തിൽ ചിലപ്പോൾ വാട്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം. വാട്ട് ഡസ് ഇറ്റ് കോസ്റ്റ്. വാട്ട് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന് ചിലവായത്. അവിടെ എന്താണ് അതിന് ചിലവായത് എന്ന് നമുക്ക് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവുമെങ്കിലും അവിടെ ഹൗ മച്ച് എത്രമാത്രം അതിന് ചിലവായി എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഓക്കെ. അതുപോലെ തന്നെ വാട്ട് ഉപയോഗിക്കുന്നത് വാട്ട് യൂസ്ഡ് ആസ് ഇൻ ദ മീനിങ് ഓഫ് ദാറ്റ് വിച്ച് എന്നൊരു മീനിങ്ങിൽ വാട്ട് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ദാറ്റ് വിച്ച് എന്ന് പറയുന്നത്? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്നാണ് അതിൻ്റെ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. I'll give you what was promised. ഇവിടെ I'll give you ഞാൻ നിങ്ങൾക്ക് തരാം. What was promised അവിടെ that which I was promised ഞാൻ നിങ്ങൾക്ക് എന്താണോ വാഗ്ദാനം ചെയ്തത് അത് തരാമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് വന്നത് I'll give you ഞാൻ നിങ്ങൾക്ക് തരാം. What was promised എന്താണോ നിങ്ങളോട് പ്രോമിസ് ചെയ്തത് വാഗ്ദാനം ചെയ്തത് അത് തരാം. ഇവിടെ വാട്ടിൻ്റെ അർത്ഥം വിച്ച് എന്ന മീനിങ്ങിലാണ്. ഓക്കെ. ദാറ്റ് വിച്ച് എന്നുള്ള മീനിങ്ങിലാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ വാട്ട് യൂസ്ഡ് ആസ് ഇൻ ദ മീനിങ് ഓഫ് വാട്ട് എവർ എന്നുള്ള മീനിങ്ങിൽ ഉപയോഗിക്കണം. എന്ത് തന്നെയായാലും എന്നുള്ള ഒരു മീനിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം നോക്കാം. കം വാട്ട് മേ എന്തെങ്കിലും വരട്ടെ, എന്തെങ്കിലും ആവട്ടെ നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു അവസരത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. രണ്ട് കോണ്ടെക്സ്റ്റിലായിട്ട് നമുക്ക് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ വാട്ട് യൂസ്ഡ് ആസ് കൈൻഡ് ഓഫ് തിങ്സ് ഓർ പേഴ്സൺ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിൻ്റെ തരത്തെയോ സൂചിപ്പിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഷീ സെഡ് ജസ്റ്റ് വാട്ട് ഐ വാസ് എക്സ്പെക്റ്റിംഗ്. ഷീ സെഡ് അവൾ പറഞ്ഞു ജസ്റ്റ് വാട്ട് ഐ വാസ് എക്സ്പെക്റ്റിംഗ് ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത്, അവളിൽ നിന്ന് പറയാൻ എന്താണോ ഞാൻ പ്രതീക്ഷിച്ചത് അതവൾ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കൈൻഡ് ഓഫ് തിങ്സ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇദ്ദേഹം വിചാരിച്ച അതേ കാര്യങ്ങളാണ് അവൾ പറഞ്ഞത്. ഓക്കെ. ഇനി ചിലപ്പോൾ വാട്ട് യൂസ്ഡ് ആസ് ഇൻ ദ മീനിങ് ഓഫ് ആസ് മച്ച് ആസ് അത്രത്തോളം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. വി വിൽ ഗീവ് വാട്ട് വി ക്യാൻ. വി വിൽ ഗീവ് ഞങ്ങൾ നൽകും. വാട്ട് വി ക്യാൻ ഞങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾക്ക് നൽകാം എന്നാണ്. അതായത് ഞങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങളെ സഹായിക്കാം അല്ലെങ്കിൽ നൽകാം എന്നുള്ളൊരർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ആസ് മച്ച് ആസ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ആസ് മച്ച് ആസ് എന്ന് പറയുമ്പോൾ അത്ര. വി വിൽ ഗീവ് ഞങ്ങൾ നൽകും. ആസ് മച്ച് ആസ് വി ക്യാൻ ഞങ്ങൾക്ക് കഴിയുന്നത്ര. അവിടെ വാട്ട് വി ക്യാൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ വാട്ട് യൂസ്ഡ് ആസ് ഇൻ ദ മീനിങ് ഓഫ് ദാറ്റ് വിച്ച് ആൻഡ് ഹൂ എന്നുള്ള മീനിങ്ങൾ, അതായത് ദാറ്റ് വിച്ച് അത് ആൻഡ് ഹൂ ആരാണ് എന്നുള്ള അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം നോക്കാം. ഹീസ് ദ വൺ വാട്ട് ടോൾഡ് മീ എന്നോട് പറഞ്ഞ ആള് ഇദ്ദേഹമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹീസ് ദ വൺ ഇദ്ദേഹമാണ് ഒരുവൻ, അതായത് ഞാൻ പറഞ്ഞ ആള് ഇതാണ്. വാട്ട് ടോൾഡ് മീ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ നമ്മൾ വാട്ട് എന്ത് എന്നുള്ള അർത്ഥമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇതിലൂടെ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഒരു അത്രയും വലിയ കിറാമുട്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയൊരു വിഷയം കൂടിയാണ്. നിങ്ങളൊരിക്കലും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇംഗ്ലീഷിൽ ഇത് വാട്ട് എന്നുള്ളത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ ഇതിലൂടെ ആവർത്തിച്ച് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ വളരെ ഡീപ്പായിട്ട് ഇതിൻ്റെ വിഷയത്തിലേക്ക് കടക്കാത്തതും. ഇതെല്ലാം നമുക്ക് വരുന്ന വീഡിയോയിൽ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ എന്ത് എന്നുള്ള അർത്ഥവുമായി യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഹൂ എന്നാണ്. ഇംഗ്ലീഷിൽ റിഫ്ലക്സീവ് പ്രൊണൗണുകളൊന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള വേർഡിൻ്റെ സ്ഥാനത്താണ് ഇവിടെ വാട്ട് ഉപയോഗിച്ചത്. ഹൂ എന്നാണ്, അല്ലെങ്കിൽ ദാറ്റ് വിച്ച് എന്നൊക്കെ ഇവിടെ നമുക്കതിനെ ഈ വാട്ടിന് അർത്ഥം വെക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഓ വാട്ട് എന്നുള്ള ഒരു ഉപയോഗം ഇംഗ്ലീഷിൽ വാട്ട് കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. നമുക്കതെങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. ലുക്ക് അറ്റ് ദാറ്റ് മൂൺ ആ ചന്ദ്രനിലേക്ക് നോക്കുക.
ഈസ് ദാറ്റ് ബ്യൂട്ടിഫുൾ? അത് ഭംഗിയുള്ളതല്ലേ? ഓ വാട്ട്, അങ്ങനെ തന്നെ അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം മനസ്സിലാക്കിയില്ലേ? അങ്ങനെ തന്നെയല്ലേ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്, സത്യമല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആം ഐ വേസ്റ്റിംഗ് മൈ ടൈം ഹിയർ? ഓ വാട്ട്, ഞാൻ എൻ്റെ സമയം ഇവിടെ വേസ്റ്റ് ചെയ്യുകയല്ലേ? ഓ വാട്ട്, അങ്ങനെ തന്നെ അല്ലേ? ഒരു ഇൻഫോർമൽ എക്സ്പ്രഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഓ വാട്ട് എന്ന് പറയുന്നത് എന്ത് എന്നുള്ള അർത്ഥവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇംഗ്ലീഷിൽ ഇതുപോലെയുള്ള അവസരങ്ങളിൽ വാട്ട് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി വേർഡ് മാജിക്കിൻ്റെ കൂടുതൽ വിശേഷമായി നമുക്ക് വരുന്ന വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സീ യു ബൈ.